അങ്ങനെ ഹ്യുണ്ടായി ക്രേറ്റയുടെ 2024 എഡിഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാർ ഇപ്പോൾ ഷോറൂംസിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് ഈ കാർ നേരിട്ട് പോയി കാണാനും അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ചെക്കൗട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ കാർ നേരിട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലും ലുക്സിൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഹ്യുണ്ടായി ചെയ്തിട്ടില്ല. ഇൻ ടേംസ് ഓഫ് ലുക്സ് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഒരു സ്റ്റണ്ണിങ് ലുക്കിംഗ് കാറാണ്. അതുമാത്രമല്ല അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും ഉണ്ട്. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസിങ്ങും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൽക്കസാറിൽ നിന്നുള്ള ഹ്യുണ്ടായിയുടെ ആൽക്കസാറിൽ നിന്നുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു കാറാണ് ഈ പറയുന്ന പ്രൈസിൽ വരുന്നത്. പിന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഹെവി കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ പറയുന്ന സെഗ്മെൻറ്റ്. കാരണം ഹ്യുണ്ടായി ക്രേറ്റ കമ്പീറ്റ് ചെയ്യുന്നത് കിയ സെൽറ്റോസ് ആയിട്ടും അതുപോലെ പുതിയതായിട്ട് വന്ന ഹോണ്ട എലവേറ്റ് ആയിട്ടും ടൊയോട്ട ഹൈറൈഡർ ആയിട്ടും അതുപോലെ സ്കോഡ കുഷാക്ക് ആയിട്ടും മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര ആയിട്ടും ഫോക്സ് വാഗൺ ടൈഗൺ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ലുക്സിൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അല്ല ഫിനസിൻ്റെ കാര്യത്തിലെല്ലാം ഭയങ്കര ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻറ്റാണിത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ കാലം പിടിച്ചിരിക്കാൻ വേണ്ടി തന്നെ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഇപ്പോൾ ഹ്യുണ്ടായി ക്രേറ്റ എന്ന പേരിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസ് തന്നെ പ്രീവിയസ് ക്രേറ്റയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു ഡിസൈനെല്ലാം മാറിയിട്ട് പുതിയ ഡിസൈൻ ഫിലോസഫിയിൽ പുതിയ ഒരു ഉള്ള ഹ്യുണ്ടായി വെന്യൂടെയൊക്കെ ഒരു ബിഗ് ബ്രദർ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല, നേരിട്ട് കാണാനായിട്ട് എൻ്റെ ഗ്രില്ലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ റിയലി ഗുഡ് ലുക്കിംഗ് കാർ. അപ്പോൾ ആ ടേംസിൽ ഭയങ്കര കിഡ്ലനായിട്ടുള്ളൊരു ഓഫറിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോയിലൊരു ഗിവ് അവേ കൂടി ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു ഗിവ് അവേ ഒന്നോ രണ്ടോ ഗിവ് അവേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കൊടുക്കുന്ന ഗിവ് അവേ ബോട്ടിൻ്റെ എയർ ഡോപ്സ് ആറ്റം 81 എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ചാനൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോയിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളാണ് വിന്നറെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ച് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനലിൽ തന്നെ ഇതിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ February 14th വാലന്റൈൻസ് ഡേക്ക് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഹ്യുണ്ടായി ക്രേറ്റ. ഇത് ആദ്യമായിട്ടാണ് ഹ്യുണ്ടായി ക്രേറ്റയിൽ ഒരു 1.5 ലിറ്ററിൻ്റെ DCT ടർബോ എൻജിൻ വരുന്നത്. ഇത് 160 ഹോഴ്സ് പവർ ആണ്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിലൊട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ഒരുപാട് 3 ഡിഫറെൻറ്റ് എൻജിൻ ഓപ്ഷൻസ് ഉണ്ട് താനും. ഇതിൽ വരുന്ന എൻജിൻ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ 1.5 ലിറ്ററിൻ്റെ കപ്പ ടർബോ DCT, അതായത് ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ 160 ഹോഴ്സ് പവറിൻ്റെ എൻജിൻ വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ സെക്കൻഡ് പെട്രോൾ ഓപ്ഷൻ 1.5 ലിറ്ററിൻ്റെ MPI പെട്രോൾ എഞ്ചിൻ ഉണ്ട്. ഇത് 115 PS ആണ് പവർ വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഡീസൽ ഓപ്ഷനുണ്ട്. CRDI ഹുണ്ടായുടെ 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനും ഉണ്ട്. അതും അറൗണ്ട് സെയിം 116 പവർ വരുന്നത്. പക്ഷേ ഇത് പല വേരിയൻസിലായിട്ട് ഓട്ടോമാറ്റിക്കും മാനുവലൊക്കെ ആയിട്ട് എല്ലാം കൂടി ഒരു 9 ഡിഫറെൻറ്റ് വേരിയൻസിൽ ഡിഫറെൻറ്റ് പ്രൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ പവർഫുൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ എന്ന ഓപ്ഷൻസ് എന്തായാലും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വലിയൊരു ഗ്രില്ലും ഇപ്പോഴത്തെ എല്ലാ SUVസിലും കാണുന്ന പോലെ ഭയങ്കര ടൈനി ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഹെഡ് ലാമ്പും DRLസും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഹൊറൈസൺ LED ആണ് ഉള്ളത്. അതുകൂടാതെ തന്നെ ക്വാഡ് ബാൻഡ് ഹെഡ് ലാമ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ DRLസും LED തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന തരത്തിലുള്ളൊരു ഹെഡ്ലൈറ്റിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഇതിൻ്റെ അലോയ് വീൽസും ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. ഇതിൻ്റെ അകത്ത് വീൽസിൻ്റെ അകത്ത് ഓൾ വീൽസ് 4 വീൽസിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മിറേഴ്സിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് താഴെ 360 ക്യാമറ താഴേക്കുള്ളത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇതിൻ്റെ അത് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിയർ സൈഡിൽ നോക്കണമെങ്കിൽ ആ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിന് ഡ്യുവൽ ടോൺ കളേഴ്സ് അധികം വരുന്നില്ല. ആകെ ഒരു കളറിൽ മാത്രമേ ഡ്യുവൽ ടോൺ കളർ വരുന്നുള്ളൂ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നൊരു ഡ്യുവൽ ടോൺ വരുന്നത്. അതുകൂടാതെ 6 ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ കാറിൻ്റെ സൈഡിൽ എല്ലാ കളേഴ്സിൻ്റെ സൈഡിൽ ആ കാണുന്ന ഒരു സിൽവർ സ്ട്രിപ്പ്, ഒരു മെറ്റാലിക് സിൽവർ പോലത്തെ ഒരു സ്ട്രിപ്പ് എൻ്റെ അതുണ്ടാവും. അതിപ്പോൾ ചില നെക്സോൺ കാർസിലൊക്കെ ഒരു ബ്ലൂ സ്ട്രിപ്പ് പണ്ടുണ്ടായിരുന്ന പോലെ ഈ ഒരു സംഭവം ഡ്യുവൽ ടോൺ പോലെ തോന്നിക്കും. പക്ഷേ ആക്ച്വലി ഡ്യുവൽ ടോൺ അല്ല, ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വരുന്നത്. പിന്നെ അതിൻ്റെ പുറകിലൊരു ഷാർക്ക് ഫിൻ്റെ ആൻറ്റിന വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇൻ ടേംസ് ഓഫ് ലുക്സ് ഇറ്റ്സ് എ റിയലി ഗുഡ് ലുക്കിംഗ് കാർ. പിന്നെ അകത്തേക്ക് പോകണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ അത് 2 ബിഗ് 10.2 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻ ഉണ്ട്. അതിൻ്റെ മീറ്റർ കൺസോളും
അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ പുറകിലുള്ള തന്നെ കംപ്ലീറ്റ്ലി LED സ്ക്രീൻ, എഞ്ചിൻ്റെ ഒരു LED സ്ക്രീനാണ്. അതുകൂടാതെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെയിം സൈസിലുള്ള ഒരു സ്ക്രീനാണ്. അതിൻ്റെ ഭയങ്കര റെസ്പോൺസീവാണ്. ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ടച്ച് റെസ്പോൺസിവിറ്റി ആൻഡ് സ്പീഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും സ്ലഗ്ഗിഷായിട്ട് തോന്നിയില്ല. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഗിയർ നോബിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഡയലും കൂടിയുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസിലൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. 3 ഡ്രൈവ് മോഡ്സ് വരുന്നത്. ഒന്ന് ട്രാക്ഷൻ എന്നുള്ളതും, പിന്നെ ഒന്ന് ഇക്കോ എന്നുള്ളതും, പിന്നെ സ്പോർട്സ് മോഡും ഉള്ളത്. ഇതിൻ്റെ അകത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ഇക്കോ മോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടി പെപ്പിയായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പോർട്ടി മോഡിൽ ഓടിക്കുന്ന സ്പോർട്സിലേക്ക് ഇട്ടാൽ ഓരോ മോഡ് ഇടുമ്പോഴും അതിനനുസരിച്ച് എൻ്റെ കൺസോളിലുള്ള കളേഴ്സ് അതുപോലെ ഡിസ്പ്ലേ എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം മുമ്പ് ലംബോർഗിനി അത് സൂപ്പർ കാർസിലൊക്കെ കണ്ടിരുന്നൊരു സംഭവം ഇപ്പോൾ ഈ പറയുന്ന സെഗ്മെൻറ്റ് കാർസിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ബാക്കിയുള്ള ഇൻറ്റീരിയർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആസ് യൂഷ്വൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഉണ്ട്. അതുകൂടാതെ ബോസിൻ്റെ 8 സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ഒരു ലക്ഷറി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ഡ്രൈവർ സൈഡ് സീറ്റ്സ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ 360 ഡിഗ്രി ക്യാമറ കുറേ കൂടി റിഫൈൻഡ് ആയിട്ട് തോന്നി. നമ്മൾ ഈ ക്യാമറ എടുത്തിട്ട് അത് തിരിച്ചൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഡീറ്റെയിൽസ്, ചുറ്റുമുള്ള വ്യൂ ഉള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സോ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലൈൻഡ് വ്യൂ എന്നുള്ള ആ ബ്ലൈൻഡ് സ്പോട്ട്സ് മാറ്റിയിട്ട് മീറ്റർ കൺസോളിൽ തന്നെ കാണിക്കും. പിന്നെ ഇതിൻ്റെ അത് നാവിഗേഷൻ വരുന്നത് മെയിൻ സ്ക്രീനിൽ മാത്രമല്ല. സാധാരണ നാവിഗേഷൻ നമുക്ക് കാണുന്നത് അതിൻ്റെ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ നാവിഗേഷൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ മീറ്റർ കൺസോളിൽ സെൻട്രലായിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും നാവിഗേഷൻ നോക്കാനായിട്ട് തിരിഞ്ഞ് ആ മെയിൻ സ്ക്രീനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. മീറ്റർ കൺസോളിൽ അതിലേക്ക് കുറച്ചൊന്ന് ഗ്ലാൻസ് ചെയ്താൽ തന്നെ നമുക്ക് നാവിഗേഷൻ ഓപ്ഷൻസ് അതിനകത്ത് കിട്ടും. അങ്ങനെ ഈ 2 സ്ക്രീൻസും കൈൻഡ് ഓഫ് സിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ ഇതിൽ മീറ്റർ കൺസോളും അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ഈ മെർസിഡീസ് ബെൻസിൻ്റെ പുതിയ ഇലക്ട്രിക് കാർസിലൊക്കെ വരുന്ന പോലെ മീറ്റർ കൺസോളിൽ വരുന്ന കാര്യങ്ങളും അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ടുള്ള കാര്യങ്ങളും രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പറഞ്ഞ കുറേ ഇൻഫർമേഷൻ്റെ ചില ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ അതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ സ്ക്രീനിൻ്റെ അകത്തും വരുന്നുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എപ്പോഴും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്റ്റിയറിംഗ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ അൽക്കസാറിൽ നിന്ന് കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിയർ സീറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുകൂടാതെ ഈ പറയുന്ന റിയർ AC വെൻസിൻ്റെ അകത്ത് 2 ടൈപ്സ് USB ചാർജറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡ് കണ്ട ഒറ്റ നോട്ടത്തിൽ സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കാന്ന് തോന്നുള്ളൂ. പക്ഷേ സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഒരു കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പ്രൈസിങ് 10.99 സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴത്തെ ഒരു 25,000 റുപ്പീസ് ബുക്കിംഗ് എമൗണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ടബിൾ ആണ്. എപ്പോഴെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം. 25,000 ബുക്കിംഗ് എമൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് 3 മാസത്തിനുള്ളിൽ കിട്ടും എന്നാണ് പറയുന്നത്. വെയിറ്റിംഗ് പീരീഡ് 3 മാസമാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് 10.99 lakhs എന്ന് പറയുന്ന ഹ്യുണ്ടായി ഇതിൻ്റെ ലോഞ്ച് ഇവരിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് 10.99 lakhs എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ MPI എഞ്ചിൻ്റെ ബേസ് പെട്രോൾ ഓപ്ഷനിലാണ് വരുന്നത്. 10.99 lakhs എക്സ് ഷോറൂം കൊച്ചിയാണെങ്കിലും ഇതിൻ്റെ ഇൻഷുറൻസ് 32,000 ലൈഫ് ടാക്സ് രജിസ്ട്രേഷൻ 1,66,000 പിന്നെ ടാക്സ് ഉള്ളത് 10,000 ഫാസ്ടാഗ് 500 എല്ലാം കൂടി 13,14,000 രൂപയാണ് ഏറ്റവും ബേസ് മോഡൽ പെട്രോൾ വരുന്നത്. അതുപോലെ തന്നെ ടെർബോ 1.5 DCT ടെർബോ പെട്രോളിൻ്റെ DCT ടെർബോ ഡ്യുവൽ ടോൺ കളറിലുള്ള 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ വരുന്നത്. അതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ഓൺ റോഡ് 25,35,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസിൻ്റെ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഏറ്റവും ബേസ് വേരിയൻറ്റിന് 13 ലക്ഷം രൂപയും ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റിന് 25 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് വേരിയേഷൻ വരുന്നത്. ഡയറക്റ്റ്ലി 25. അതുപോലെ തന്നെ ഡീസലിൻ്റെ സ്റ്റാർട്ടിങ്ങും ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 15,16,000 രൂപയാണ് ഡീസൽ വേരിയൻറ്റിൻ്റെ മാനുവൽ വേർഷൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഡീസൽ വേർഷൻ്റെ ഫുൾ ഓപ്ഷൻ റേറ്റ് വരുന്നത് 25 lakhs ആണ്. 25,67,000 ആണ്. അപ്പോൾ അത്രയും വലിയ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാം എത്രത്തോളം ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ കാറിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാറിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ബുക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യുണ്ടായി
ഹോണ്ടയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ബോട്ടിൻ്റെ TWS ഹെഡ്സെറ്റാണ്. ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതേ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ എൻ്റർ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങളാണ് വെണ്ടറെങ്കിൽ നിങ്ങൾ വിളിച്ചറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാറിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.